വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജനനം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്ത്യ സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടെ കൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. കാലിത്തൊഴുത്ത് ദൈവത്തിന്റെ പദ്ധതിയിൽ രാജധാനിയായി മാറുന്നു. ലോക ചരിത്രത്തിൽ റോമിന്റെ പ്രാധാന്യവും പ്രസക്തിയും പരോക്ഷമായി വെളിവാക്കപ്പെടുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അന്ന് അറിയപ്പെട്ടിരുന്ന രാജ്യങ്ങളൊക്കെ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്നത് അഗസ്റ്റസ് സീസർ എന്ന് പറയുന്ന ചക്രവർത്തിയായിരുന്നു. തന്റെ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തണം എന്ന ഒരു നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അത് വിളംബരപ്പെടുത്തുകയും ചെയ്തു. അതിനുള്ള വ്യവസ്ഥ ഓരോരുത്തരും തന്നെ തങ്ങളുടെ പൂർവികന്മാരുടെ പട്ടണങ്ങളിൽ ചെന്ന് അവിടെയാണ് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി സുവിശേഷത്തിൽ പരാമർശം കാണുന്നത് ലോകമെമ്പാടും നടക്കുന്ന ഒരു കണക്കെടുപ്പ് എന്ന രീതിയിലാണ് പരാമർശം കാണുന്നത്. റോമാ ചക്രവർത്തിയുടെ നിശ്ചയമാണ് അത് ലോകത്തിലെമ്പാടും നടക്കുന്ന ഒരു കണക്കെടുപ്പ് എന്ന രീതിയിൽ സുവിശേഷത്തിൽ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചത് റോമിൽ എടുക്കുന്ന തീരുമാനം ലോകത്തെ മുഴുവനും സ്വാധീനിക്കാൻ ഇടവരുന്ന എന്നൊരു സത്യം പരോക്ഷമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം എന്ന്. ഇവിടെ സുവിശേഷത്തിന്റെ പ്രസക്തമായ ഭാഗം ഇങ്ങനെ രാജ്യത്തിലെ ഒരു നിയമം വിളംബരപ്പെടുത്തിയപ്പോൾ ജീവിതത്തിൽ നീതി മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ജോസഫിനെ സംബന്ധിച്ചും ആ നിയമം അനുസരിക്കുക എന്നുള്ളത് ജീവിതത്തിന്റെ ഉത്തരവാദിത്വമാണ്. ദാവീദ് രാജാവിന്റെ ഗോത്രത്തിലും വംശത്തിലും പെട്ട വ്യക്തിയായിരുന്നു ജോസഫ് എന്നതുള്ളത് കൊണ്ട് ജോസഫിനെ കണക്കെടുക്കാൻ വേണ്ടി യൂദായിലെ ഒരു പട്ടണമായ ബെത്ലഹേമിലേക്കാണ് പോകേണ്ടിയിരുന്നത്. അത് അല്പം അകലെയുള്ളൊരു പ്രദേശമാണ്. ജോസഫ് അന്ന് ജീവിച്ചിരുന്നത് ഗാലിലി പ്രദേശത്തുള്ള നസ്രത്ത് എന്ന് പറയുന്ന ചെറുപട്ടണത്തിലായിരുന്നു. ആ പട്ടണത്തിൽ നിന്ന് യൂദായിലെ ബെത്ലഹേം പട്ടണത്തിലേക്ക് പോകാൻ അന്നത്തെ സ്ഥിതി തന്റെ ഭാര്യയായ മറിയം പരിപൂർണ ഗർഭവതിയാണ്. എന്നാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം രാജാവിന്റെ കൽപ്പന അത് അനുസരിക്കേണ്ടതാണ് പൗരന്റെ കടമ എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഭാര്യയോട് ഈ കാര്യങ്ങൾ പറയുന്നു. ഭാര്യ മറിയം തീർച്ചയായിട്ടും തന്റെ ഭർത്താവിനെ അനുസരിച്ചു കാണും. രണ്ടുപേരും കൂടെ യാത്ര തുടങ്ങി. മറിയത്തെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായിരുന്നു ആ യാത്ര എന്ന് പറയേണ്ടതില്ല. പരിപൂർണ ഗർഭവതിയാണ് മറിയം. അന്ന് വാഹനങ്ങളൊന്നുമില്ല എന്ന് നാം ഓർക്കണം. ഏറ്റവും കൂടുതൽ തരപ്പെടുത്താവുന്നത് ഒരു കഴുതിയായിരിക്കാം. അത് ഇവര് തരപ്പെടുത്തിയോ ഇല്ലേ എന്ന് വ്യക്തമല്ല. ഏതായാലും ദുഷ്കരമായിട്ടുള്ള ആ യാത്ര അവര് നടത്തിക്കൊണ്ട് തന്നെ ബെത്ലഹേം പട്ടണത്തിൽ ചെന്നു ചേർന്നു. അവിടെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സത്രങ്ങളും ജോസഫ് തേടുന്നു, തന്റെ ഭാര്യയ്ക്കൊരു ഇടം കൊടുക്കാൻ വേണ്ടി. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്തും ഇവർക്ക് താമസിക്കാൻ ഇടം കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആളുകൾ അത്ര കണ്ട് വന്ന് സത്രങ്ങളെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കണ്ടെത്തിയ ഒരു കാലിത്തൊഴുത്ത്
ജോസഫ് ലഭ്യമായിരിക്കുന്ന അവസരങ്ങള് യഥാവിധി ഉപയോഗിക്കുന്ന ഒരു ദർശനമാണ് ജോസഫിന്റെ ജീവിതത്തിൽ കാണുന്നത്. ആ കാലിത്തൊഴുത്തിലേക്ക് തന്റെ സഹധർമ്മിണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മറിയം ആ കാലിത്തൊഴുത്തിലാണ് ലോകത്തിന്റെ നിയന്താവായിട്ടുള്ള ദൈവത്തിന്റെ പുത്രന് ജന്മം കൊടുക്കുന്നത്. നോക്കണം ദൈവത്തിന്റെ പരിപാലന. സർവശക്തനായ ദൈവം തന്റെ പുത്രന് ജനിക്കാൻ വേണ്ടി ഒരുക്കിയ രാജധാനിയായിരുന്നു ആ കാലിത്തൊഴുത്ത്. ദൈവത്തിന്റെ പദ്ധതികള്, മനുഷ്യന് വേണ്ടി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികള് പക്ഷിയായ മനുഷ്യനെ ഗ്രഹിക്കാൻ നന്നേ ബുദ്ധിമുട്ടണം. പക്ഷേ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന മനുഷ്യന്, ദൈവത്തിന്റെ പദ്ധതികള് അല്പമെങ്കിലും ഗ്രഹിക്കാൻ ഇടവരുന്ന മനുഷ്യനെ, ദൈവത്തിന്റെ പദ്ധതികള് സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാൻ തന്നെ തയ്യാറാകും. ജോസഫിനെ സംബന്ധിച്ചും മറിയത്തെ സംബന്ധിച്ചിടത്തോളം ആ കാലിത്തൊഴുത്ത് മണിമേടയായിട്ട് തീർന്നു. ലോകത്തിന്റെ രക്ഷകനായിട്ട് അയക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തു ആ കാലിത്തൊഴുത്തിലാണ് ജനിച്ചു വീഴാനിട വന്നത്. ഈ യാഥാർത്ഥ്യമാണ് വിശുദ്ധ ലൂക്ക ഇന്ന് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത്.